എൻ്റെ പേര് സുശീല, ചങ്ങരംകുളം മൂക്കുതലയിൽ നിന്ന് വരുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഒരു പിശുക്കനായ ഒരു അമ്മാമനുണ്ട് കേട്ടോ. ഇവർക്ക് 4-5 പശുക്കളുണ്ട്. മൂപ്പര് പശുവിനെ കറക്കലാണ് മൂപ്പരുടെ ജോലി കേട്ടോ. എങ്ങനെ പശുവിനെ കറക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? പശു കരയണ വരെ മൂപ്പര് കറക്കും. പിന്നെ മൂപ്പര് നാട്ടിൽ അറിയപ്പെടുന്നൊരു ഹെന്നാണ് കേട്ടോ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? കോഴി. നാട്ടിലെവിടെ തൊഴിലുറപ്പുകാരുണ്ട് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി മൂപ്പരെ പകൽ അന്ത്യോളം നടക്കും. അന്ത്യ ആയാലോ 2 പെഗടിച്ച് 4 കാലിൻ്റെ മുകളിൽ വീലായിട്ടാ മൂപ്പര് കുടുംബത്തേക്ക് ചെല്ലുക. മൂപ്പര് അടിക്കുന്ന ബ്രാൻഡ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? വില്ലങ്കണി, ചിരട്ടക്കൊത്തി, ആനമയേകി, വേലിമ്പത്തല്ലി, മണവാട്ടി. ഈ മണവാട്ടി അടിച്ചാൽ യശോദമ്മായിക്ക് നല്ല സുഖ. കാരണം നാണം കുടുങ്ങിയിട്ടാണേ മൂപ്പര് വീട്ടിലേക്ക് ചെല്ലുക. നല്ല സ്വഭാവട്ടോ. എൻ്റെ ആള് നല്ല മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ പറഞ്ഞിട്ടാ. പക്ഷെ അമ്മായി വിട്ടുകൊടുത്തില്ല. അമ്മായിക്ക് സ്നേഹം എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെന്നു കൊണ്ടുപോകൂ, ഇന്നെനി കൊണ്ടുപോകാൻ പറഞ്ഞോട്ടാ. മൂപ്പരേ കള്ളു കുടിച്ചിട്ടാണ് പറയണത്. അപ്പൊ ബാക്കിയുള്ളത് കിട്ടണില്ല. അതുകൊണ്ടാട്ടോ അമ്മാമന് ബാക്കി അങ്ങോട്ട് പറയണേ. കിട്ടണ്ടേ? അമ്മാമൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ വില്ലങ്കണി അടിച്ച മൂപ്പരുടെ ഒരു വരവുണ്ട്. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിലടമന്ന, എള്ളോളം വെള്ളേ ചെന്ന് ഭൂലോകം തകൃതകൃതൈ. വാതില് യശോദമ്മായി 5 മിനിറ്റ് തോർക്കാൻ താമസിച്ചാൽ മതി. മുടി കുത്തുകിട്ട് കുത്തിപ്പിടിച്ചിട്ടേ ഇടിക്കുക. അയ്യോ, ഈ പണ്ടാരക്കാലം സ്വത്ത് കെട്ടി പോണില്ലല്ലോ ഭഗവാനേ. യശോദമ്മായി ഭാവം കരഞ്ഞു ഓടി. മൂപ്പര് എങ്ങനെയാണെന്നറിയോ? ബാത്റൂമിലൊന്നും കുളിക്കില്ല കേട്ടോ. മൂപ്പര് കൊട്ടൻ ചുക്കാരി തൈലൊക്കെ പരറ്റി വെള്ളം കോരി കിണറ്റും പടിക്കയിൽ നിന്നിട്ട് എന്നെ കുളിക്കാൻ. എന്താണെന്നറിയോ? 4 ആളെ കാണിച്ചിട്ടേ മൂപ്പര് കുളിക്കുള്ളൂ. മൂപ്പര് ഒരു ദിവസം വെള്ളം കോരി കുളിക്കുകയാണ് കേട്ടോ. കുളിക്കുമ്പോ ബക്കറ്റും കയറൊക്കെ കൂടിയിട്ട് കിണറ്റിലിക്കാൻ പോയി. ഇതിങ്ങോട്ട് എത്തിപ്പിടിക്കാൻ പോയപ്പോ ആടക്കണു മൂപ്പര് കിണറ്റില് കാല് തെറ്റിയിട്ടാ വീണു. വീണില്ലേ, ആകെ ഒരു ലങ്കോട്ടി ഉണ്ടായിരുന്ന അഴിഞ്ഞുപോയി. പിന്നെ മത്സ്യങ്ങളാ കിണറ്റിൽ മുഴുമട്ടാ. ആ കൊട്ടൻ ചുക്കാതി പരത്തിയ കാരണം മത്സ്യങ്ങളിൽ നിന്നിട്ട് അമ്മാവൻ രക്ഷപ്പെട്ടു. അമ്മായി ഓടി വന്നു. കരച്ചിലും പിടിച്ചിലൊക്കെ ഈ നാട്ടുകാരൊക്കെ ഓടിക്കൂടി. എന്നിട്ട് എത്തിച്ചോക്കിയപ്പോഴെല്ലാം അറിയണത് കിണറ്റിന്റെ ഉള്ളിലേ ഉപ്പില് വീണ വലിയ മാതിരി കിടക്കണു ആള്. ഒരു വിധത്തില് മൂപ്പര വലിച്ചു കയറ്റി കരക്കിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കാൻ. എന്താ കുംഭമേളയ്ക്ക് സന്യാസിമാര് വരുന്ന മാതിരിയാ മൂപ്പരെ കൊണ്ടുവന്നത്. ഇറങ്ങി പുറത്തേക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ദിവസം ഒന്നും മൂപ്പരെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ 3-ാമത്തെ ദിവസം മൂപ്പർക്കേ ചൊട്ടയിലെ ശീലം ചോടല വരെ എന്നല്ലേ. മൂപ്പരെന്ത് ചെയ്തു? ആരോ പറഞ്ഞു അടുത്തുള്ള കാന തെളിയിക്കാൻ തൊഴിലുറപ്പുകാർ വരുന്നുണ്ടെന്ന്. അപ്പൊ ഓടി മൂപ്പർക്ക് ഇടൽക്കല്ലേ, കോഴിയല്ലേ, പോയി ഒരു അവിടെ ചെന്ന ഒരു വണ്ണരുത്തീനെ കണ്ടിട്ട് എടുത്ത ഒരു കരിങ്കല്ല് ചീള് ഒരൊറ്റ പീക്ക് ഓടി. കുറച്ച് നേരം 2 മണിക്കൂറൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇവരെ കൊണ്ട് ഒരു മിന്നിയും ഇങ്ങനെ വന്നു. ഇവരെ കയ്യിലെടുക്കണല്ലോ തൊഴിലുറപ്പുകാരനെ. കയ്യിലെടുത്താലേ ഒരു ഉള്ളൂ. അപ്പം മൂപ്പരെന്ത് ചെയ്തു? മരത്തിൻ്റെ മറവിലൊക്കെ ഒന്നിങ്ങനെ പിടിച്ചിങ്ങനെ നിന്ന് നമ്മുടെ ഗോഡ് ഫാദറിലെ ആ NN പിള്ളല്ലേ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മൂപ്പർക്ക് കുറേശ്ശെ മിമിക്രിക്ക് അറിയേ. അപ്പം സൗണ്ട് ഉണ്ടാക്കി. എന്താ വെച്ചാൽ അവരെ കയ്യിലെടുക്കണ്ടേ. എനിക്ക് അവളോടുള്ള വൈരാഗ്യം കൊണ്ടാ തോപ്പിയേ, അതിന് നീ എന്തിനാണ് തോപ്പിയേ?
മുതലോളിന്റെ വായയില് തുപ്പിയിട്ട് അതിന് കോളാമ്പി മാതിരി വായ തുറന്ന് പിടിക്കണം തുപ്പിയേ. എടാ എണീച്ച് മാറിയിരിക്കടാ. എടാ കുണ്ടിട്ട് നിരകഥ എണീച്ച് മാറിയിരിക്കടാ. ഒക്കെ കഴിഞ്ഞു. അപ്പൊ സ്ത്രീകൾ കണ്ട് ഇങ്ങനെ നോക്കണുണ്ട്. ഹൈ എന്റെ കയ്യിലെടുക്കണ്ടേ? ശരിയല്ല, അവരൊന്ന് അടുത്തേക്ക് ഇങ്ങോട്ട് വരണേ. മെല്ലെ താപ്പ് നോക്കി അടുത്തതൊന്ന് പ്രയോഗിക്കാം. നമ്മളെ ശശി കല്ലിങ്കലെ എടുക്കാൻ നോക്കി. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഇന്നല്ലേ മുമ്പത്തില് ദീപ്തിയുടെ പുസ്തകം. കൊച്ചിന്റെ അച്ഛൻ രമേശാണോ സുരേഷാണോ എന്ന് ഇന്നറിയാം. ഇത് കുറച്ച് വരാനാ. കുടുംബിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടി കേട്ടപ്പോ തൊഴിലുറപ്പാര് ആയക്കട വലിച്ചെറിഞ്ഞു. വരുടെ അടുത്തേക്ക് വരില്ലേ, മിമിക്രി അല്ലേ കേക്കണ്. ഓടി വന്നു. അതേ, നിങ്ങക്ക് മിമിക്രി അറിയോ? ഒറ്ററിയാം. ആ സ്ത്രീകളൊക്കെ വന്ന വട്ടം കൂടി വലിയ സന്തോഷമായിട്ടാ. ഒരു കാര്യം ചെയ്യുന്നേ, ആ വെള്ളാപ്പള്ളി നടേശ സാറിനെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരണേ. ആ ഞാൻ കേൾപ്പിച്ചാരല്ല, എന്താ സന്തോഷമായി. 4 ആൾക്ക് വട്ടം കൂടി ഇരുന്നു. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞ മാതിരി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് ഏത് ജാതിയാണ്? ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായി ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു. അപ്പൊ തീരുമാനിക്കാം അത് ഏതാ. ഇതും കൂടി കേട്ടപ്പോ സാവിത്രിക്ക് ഇന്നൊരു ഭയങ്കര ഒരു ഇഷ്ടം നമ്മുടെ അമ്മാമനോട്. സാവിത്രി ചോദിച്ചേ, നാളെയും വരുമോ? പിന്നെ ഞാൻ വരാതെ, ഞാൻ നേരത്തെ എത്തണ്ട്. തൊഴിലുറപ്പുകാർ വന്നു. പിറ്റേ ദിവസം അമ്മാമനെത്തി. അമ്മാമന്റെ കയ്യിലിതാ ഒരു ലെറ്റർ ചുരുട്ടി പിടിച്ച് കൊണ്ടുവന്നിട്ടാ. വേഗം അങ്ങോട്ട് കൊടുത്തു സാവിത്രിക്ക്. സാവിത്രി തുറന്നു നോക്കി. കരളിന്റെ കരളായ ലിവറെ, നെയ്യില്ലാത്ത ജീവിതം, ഉപ്പില്ലാത്ത കഞ്ഞി മാതിരിയാണ്. സാവിത്രിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. സാവിത്രി പിറ്റേ ദിവസം ഒരു ലെറ്ററായിട്ട് ഇങ്ങോട്ട്. അങ്ങനെ ലെറ്റർ കൈമാറി പാർക്കലും ബീച്ചിലും ഹോട്ടലിലൊക്കെ പോയി. എന്തിനാ പറയണത്, നമ്മുടെ യശോദമ്മായി കടുകും പാത്രത്തിൽ വെച്ചിരുന്നു പൈസ. ഈ കള്ളോടി എന്തെടുത്ത് കൊണ്ടുപോയാൽ ശരിയാവുമോ? അരിമ്പാത്രത്തിൽ കുറച്ച് പൈസ എടുത്ത് വെച്ചിരുന്നു. അമ്മാവനെ കാണാതെയാണ് ഇപ്പൊ ഇതൊക്കെ വയ്ക്കണതേ. അങ്ങനെ ഈ പൈസ മൊത്തം അടിച്ചു മാറ്റി സാവിത്രിക്ക് ചുരിദാറും മേടിച്ചു കൊടുത്തുന്നേ. ഒരു ദിവസം സാവിത്രിയുടെ ബർത്ത്ഡേ ഒക്കെ. അപ്പൊ സാവിത്രി ചോദിച്ചു, ചേട്ടാ എല്ലാവരും പറയണേക്കാം ഈ മെഴുകുതിരി വട്ടത്തില് കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? എനിക്കതൊന്നും മുറിക്കണം എന്നുണ്ട്. ചേട്ടൻ ഒന്ന് വരൂ ഹോട്ടലിലേക്ക്, നമുക്ക് അങ്ങനെ ബർത്ത്ഡേയുടെ ഒന്ന് അത് ചെയ്താലോ? ഓ ആനോക്കെ. എന്തിന്? ആകെ ഒരു ഓട്ടൂറിലേ അമ്മായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് പണയം വെച്ചിട്ട് ആ കാശും കൊണ്ടാണ് കേക്കും മേടിച്ച് ഹോട്ടലിലേക്കും പോയത്. അവിടെ ഇരുന്നു. അങ്ങനെ ഹോട്ടലിൽ കേക്ക് മുറിക്കാനൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? എന്ത് ചെയ്തെന്നറിയാം. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാം. സാവിത്രി നീക്ക് പറഞ്ഞു, എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ? ആകെ ഓട്ടൂറിൽ പണയം വെച്ചാൽ അതിന്റെ ബാക്കി പൈസയുള്ളൂ. എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ? അല്ല ചേട്ടൻ പറയും. അല്ല നീ എന്നെ പറഞ്ഞോ? അല്ല ചേട്ടൻ എന്നെ പറഞ്ഞോ? ഞാൻ പറയാം എന്നാ. സാവിത്രിയെ, നിനക്ക് ബീഫ് വേണോ? പോത്തേ? ഈ പോത്തേന്റെ വിളി 4 ആള് കേട്ടില്ലേ? അതാണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ആകെ മാനക്കേടായി. സാവിത്രി ഇറങ്ങിയോടി. ഇങ്ങടെ ആ മെഴുകുതിരി ഒക്കെ തട്ടിപ്പരത്തി 34 പോയി. പിന്നെ 34 ആ വഴിക്ക് കണ്ടില്ല. 34 എന്ത് ചെയ്തു? അവസാനം അമ്മാമ്മ വീട്ടിലേക്ക് എന്തിന് 2 എണ്ണത്തിന് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതേതാണെന്നറിയോ? ടെക്സ്റ്റൈൽസിൽ പോയിട്ട് എരന്ന് മേടിച്ചത്. ആ 1 ഇങ്ങോട്ട് തന്നാൽ മതി പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, 2 വയറ്, അതുമായിട്ട് കുടുംബത്തേക്കാ പോയി. കുടുംബത്ത് ചെന്ന് നോക്കുമ്പോഴല്ലേ അമ്മായി വാതിൽ പൊട്ടിയടച്ചു. ആരും കേട്ടില്ല. ഒരു പൈസ ഇല്ലേ. പിന്നെ എന്താ എല്ലാതും ഒക്കെ പോയി. പിന്നെ എന്തിനാ ഈ ഒരു പിണ്ടി മാതിരി ഒരു സാധനത്തിന്? വേണ്ട, അടച്ചു. നേരെ പോയി. അപ്പൊ സാവിത്രി തരാൻ പോയവരൊക്കെ തിരിച്ചു വന്നു. എവിടെ കിട്ടാനാ? നമ്മുടെ ക്ലോസറ്റിൽ വീണ സോപ്പും തേച്ചിട്ട് പോയ പെണ്ണിന് എവിടെ കിട്ടാനാന്നേ? കിട്ടുവോ? കിട്ടില്ല. അപ്പൊ അങ്ങനെ അമ്മാമൻ ഇപ്പൊ എവിടെ കെടുത്തെന്നറിയോ? ബസ് സ്റ്റാൻഡിലെ തിണ്ണയില്. ഞാൻ ഈ പറഞ്ഞുതരാട്ട മക്കളെ.
ഒരു കോഴിക്കും ഈ വിധി ഉണ്ടാവരുതേ. കുടുംബത്തിലുള്ളവരെ നോക്കാതെ ഉള്ളതൊക്കെ പണയം വെച്ചുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുത്ത അതാണ് വിധി. മനസ്സിലാക്കിക്കോളി മക്കളെ. ഒരു കോഴിയും ഈ വകത്തിക്കാരത്തിന് പോവാതിരിക്കുക. നന്ദി, നമസ്കാരം. Once upon a time, once upon a time.